ലീഗൽ പ്രസത്തിലേക്ക് സ്വാഗതം. ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിൽ ആരെയെല്ലാം ഉൾപ്പെടുത്തണം? കുടുംബത്തിലെ ഒരു അംഗം മരണപ്പെടുകയാണ്. അവരുടെ പേരിൽ ബാങ്കിൽ കുറച്ച് പണം കിടപ്പുണ്ട്. അത് വാങ്ങാൻ നമ്മൾ ചെല്ലുമ്പോൾ ബാങ്ക് മാനേജർ പറയുകയാണ്, ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാലേ പണം തരാൻ കഴിയൂവെന്ന്. അപ്പോഴാണ് ആദ്യമായി ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ ഒരു സുഹൃത്തിനോട് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ചോദിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഒരു കുടുംബത്തിലെ ഒരംഗം മരണപ്പെടുമ്പോൾ അയാളുടെ കുടുംബത്തിലെ ജീവിച്ചിരിക്കുന്ന അംഗങ്ങൾ ആരൊക്കെയാണെന്ന് സാക്ഷ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു രേഖയാണ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന്. ഇത് എവിടെ കിട്ടും എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, റവന്യൂ ഉദ്യോഗസ്ഥരാണ് ഇത് നൽകുന്നതെന്ന്. കേന്ദ്ര സർക്കാർ ആവശ്യങ്ങൾക്ക് തഹസിൽദാരും സംസ്ഥാന തലത്തിലുള്ള ആവശ്യങ്ങൾക്ക് വില്ലേജ് ഓഫീസറുമാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്ന്. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചാൽ ഈ സർട്ടിഫിക്കറ്റ് തരുമോ? ഇല്ല. ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നതിനുള്ള എല്ലാ ലീഗൽ ഡോക്യുമെൻറ്റുകളും തയ്യാറാക്കി റവന്യൂ ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങുകയും അത് ഓൺലൈനായി അപ്ലോഡ് ചെയ്യുകയും ഫിസിക്കൽ കോപ്പി ഓഫീസിൽ ഏൽപ്പിക്കുകയും വേണം. ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും അദ്ദേഹം വിവരിച്ചു. മരണപ്പെട്ടയാളുടെ പേരിലുള്ള പെൻഷൻ, ഇൻഷുറൻസ്, സർക്കാർ ആനുകൂല്യങ്ങൾ, ബാങ്ക് ഡിപ്പോസിറ്റുകൾ, ട്രഷറി നിക്ഷേപങ്ങൾ തുടങ്ങിയ തുകകൾ ജീവിച്ചിരിക്കുന്ന മക്കൾക്കും ഭാര്യയ്ക്കും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് കൈമാറുന്നതിനാണ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇത് വിലപിടിപ്പുള്ള സ്ഥാവര വസ്തുക്കൾ കൈമാറാൻ ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ചെറിയ തുകയ്ക്കുള്ള ക്ലെയിമുകൾ സ്വീകരിക്കാൻ മാത്രം. കാരണം അതിൽ പരേതൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവുകളുടെ വിവരം മാത്രമേ രേഖപ്പെടുത്തൂ. പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ സക്സഷൻ സർട്ടിഫിക്കറ്റാണ് ആവശ്യമായി വരുന്നത്. സക്സഷൻ സർട്ടിഫിക്കറ്റ്, ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് എന്നിവയോടൊപ്പമാണ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വരുന്നതെങ്കിലും കുറഞ്ഞ തുകയ്ക്കുള്ള ക്ലെയിമുകൾ സ്വീകരിക്കാൻ മാത്രമേ ഫാമിലി മെമ്പർ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ കഴിയൂ. പരേതൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ ആരെല്ലാമാണെന്ന് മനസ്സിലാക്കാൻ മാത്രമേ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് കഴിയൂ. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സർട്ടിഫിക്കറ്റ് പ്രചാരത്തിലുണ്ട്. കൂട്ടുകുടുംബ സമ്പ്രദായം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇതിന് ഫാമിലി ട്രീ സർട്ടിഫിക്കറ്റ്, സർവൈവിംഗ് മെമ്പർ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പേരുണ്ട്. നമ്മുടെ നാട്ടിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നാണ് പേര്. ഇതിലൊരു പരേതൻ്റെ കുടുംബത്തിലെ സർവൈവിംഗ് മെമ്പേഴ്സിൻ്റെ വിവരമാണ് ചേർക്കുന്നത്. ഏതാണ്ട് അവകാശ സർട്ടിഫിക്കറ്റിന് സമാനമായി തന്നെ പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ എന്നിവരെ ഉൾപ്പെടുത്താം. ജീവിച്ചിരിക്കുന്നവരെ മാത്രമേ ഉൾപ്പെടുത്തൂ. സർട്ടിഫിക്കറ്റിന്റെ തുടക്കത്തിൽ പരേതന്റെ വിവരവും അത് കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നവരുടെ വിവരവും ചേർക്കുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ വിവരം ഒരു പട്ടികയായി ചേർക്കുന്നു. പേര്, വയസ്സ്, റിലേഷൻ എന്നിവയാണ് ചേർക്കുക. ഇത് എങ്ങനെയാണ് സമ്പാദിക്കുക എന്ന് വിശദമായി പറയാം. സർട്ടിഫിക്കറ്റ് നൽകാൻ നിയുക്തനായ ഉദ്യോഗസ്ഥന് ഒരു ഇമെയിൽ അയച്ചാൽ മതിയോ? പോരാ. ഫോണിൽ പറഞ്ഞാൽ പോരാ. പരേതന്റെ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഉദ്യോഗസ്ഥന്റെ മുൻപിൽ പോയി അവരുടെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റായി നൽകുകയാണ് വേണ്ടത്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയേണ്ടതെന്ന് ചോദിച്ചാൽ മരണപ്പെട്ടയാളുടെ വിവരവും അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന അവകാശികളുടെ വിവരവുമാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പ്രധാനമായി വിവരിക്കേണ്ടത്. അതിൽ പരേതൻ്റെ സർവൈവിംഗ് ഫാമിലി മെമ്പേഴ്സ് ഞങ്ങളല്ലാതെ മറ്റാരുമില്ലെന്നും അത് സത്യം ചെയ്ത് ബോധിപ്പിക്കുകയും വേണം. ഇത് ചെയ്യേണ്ടത് 2 സാക്ഷികളുടെ സാന്നിധ്യത്തിലായിരിക്കണം. സാക്ഷികളെന്ന് പറയുമ്പോൾ പരേതൻ ജീവിച്ചിരുന്ന പ്രദേശത്തെ സ്ഥിരതാമസക്കാരായ പരേതനെ അറിയാവുന്ന 2 സ്വതന്ത്ര സാക്ഷികൾ. ഈ സാക്ഷികളുടെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി രേഖപ്പെടുത്തണം. ഇപ്പോൾ നിയുക്ത ഉദ്യോഗസ്ഥൻ മുമ്പാകെ എല്ലാ കുടുംബാംഗങ്ങളും 2 സാക്ഷികളും സ്റ്റേറ്റ്മെൻറ്റ് നൽകുകയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിനൊപ്പം അവരെ തിരിച്ചറിയാനുള്ള രേഖകളും വയസ്സ് തെളിയിക്കുന്ന രേഖയും കൂടാതെ സ്ഥിരവാസം സംബന്ധിച്ച രേഖകളുമാണ് തെളിവുകളായി നൽകേണ്ടത്. പരേതനെ സംബന്ധിച്ച് മരണ സർട്ടിഫിക്കറ്റാണ് തെളിവായി നൽകേണ്ടത്. എന്തിനാണ് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റുകൾ ആവശ്യമായി വരുന്നതെന്ന് നോക്കാം. ഇവിടെ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്നവർക്ക് ആ വിവരം നിയുക്തനായ ഒരു പബ്ലിക് ഓഫീസറുടെ മുന്നിൽ സ്റ്റേറ്റ്മെൻറ്റായി നൽകി അറ്റസ്റ്റ് ചെയ്താൽ അതൊരു ലീഗൽ ഡോക്യുമെൻ്റായി മാറും. ഇതൊരു അറ്റസ്റ്റേഷനാണ്, സിവിൽ സ്റ്റാറ്റസ് തെളിയിക്കാനുള്ള അറ്റസ്റ്റേഷൻ. ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിന് അറ്റസ്റ്റിംഗ് ഓഫീസറായി നിയമിച്ചിരിക്കുന്നത് റവന്യൂ ഓഫീസറെയാണ്. ആ റവന്യൂ ഓഫീസറുടെ മുന്നിൽ നൽകുന്ന സ്റ്റേറ്റ്മെൻറ്റ് അറ്റസ്റ്റ് ചെയ്ത് കിട്ടിയാൽ അത് ശരിയും സത്യവുമാണെന്ന് നിയമം കണക്കാക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ്മെൻറ്റിലെ വിവരം തെറ്റാണെന്ന് തെളിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് നൽകിയവരെ കഠിനമായി ശിക്ഷിക്കണമെന്നാണ് ശിക്ഷാ നിയമമായ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 229 പറയുന്നത്. 3 വർഷം ജയിൽവാസവും 5000 രൂപ പിഴയും
കൂടാതെ തെറ്റായ സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച് നേടിയ നേട്ടത്തിന്റെ കണ്ടുകെട്ടലും നഷ്ടപരിഹാരം നൽകലും ഒക്കെ പുറകെ വരും. കളവായ വിവരം സ്റ്റേറ്റ്മെന്റായി നൽകിയാൽ ഇങ്ങനെ കഠിനമായ ശിക്ഷകൾ വരുമെന്നതിനാൽ ശരിയും സത്യവുമായ വിവരങ്ങൾ മാത്രമേ പൗരന്മാർ നൽകൂ എന്നാണ് നിയമം അനുമാനിക്കുന്നത്. അതുകൊണ്ടാണ് അറ്റസ്റ്റേഷൻ അനിവാര്യമാകുന്നത്. ഇതൊക്കെ ഉദ്യോഗസ്ഥരുടെ ജോലിയല്ലേ? അല്ല, ഇത് നമ്മുടെ കുടുംബത്തിനകത്തുള്ള സ്വകാര്യ വിവരങ്ങളാണ്. നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് രേഖ സമ്പാദിക്കുന്നത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ തന്നെ ചെയ്യണം. ഉദ്യോഗസ്ഥൻ വെറും അറ്റസ്റ്റിംഗ് ജോലി മാത്രമാണ് ചെയ്യുന്നത്. അതിനുള്ള ലീഗൽ പേപ്പറുകൾ നൽകേണ്ടത് നമ്മുടെ ജോലിയാണ്. ഇവിടെ കളവായ വിവരങ്ങളാണ് അപേക്ഷകൻ നൽകുന്നതെങ്കിൽ അറ്റസ്റ്റിംഗ് ഓഫീസറെ ശിക്ഷിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയില്ലാത്തതാണ്. അവിടെ ശിക്ഷ പോകുന്നത് കളവായ വിവരം ഡിക്ലറേഷനായി നൽകിയ ആൾക്കാണ്. ഫോൾസ് എവിഡൻസ് നൽകി വഞ്ചിക്കൽ എന്ന കുറ്റകൃത്യം BNS 229. അറ്റസ്റ്റിംഗ് ഓഫീസർ മൊഴി നൽകിയ എല്ലാവരുടെയും ഐഡന്റിറ്റി പരിശോധിച്ചിരിക്കണം. അതുപോലെ മൊഴി നൽകിയത് ശരിയായി ഫയൽ ചെയ്തിരിക്കണം. പരസ്പര വിരുദ്ധമായതോ യുക്തിക്ക് നിരക്കാത്തതോ കളവായി തോന്നുന്ന വസ്തുതകളോ ഉണ്ടാകരുത്. ഉദ്യോഗസ്ഥൻ വേണ്ടത്ര ശ്രദ്ധയോടെ പരിശോധിച്ച് അറ്റസ്റ്റേഷൻ ചെയ്യും, അത്രമാത്രം. ഈ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ജുഡീഷ്യൽ നേച്ചറിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ല. അതുകൊണ്ട് അത് ലാൻഡിന്റെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്ര നിയമസാധുത ഉള്ളതല്ല. എന്നാൽ കോടതിയിൽ അത് തെളിവായി നൽകാനാകും. വിൽപത്രത്തിന്റെ പോക്കുവരവിനും സ്വീകരിക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിനെ സക്സഷൻ ആക്ടിലെ ലീഗൽ പ്രൊവിഷനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സക്സഷൻ ആക്ടിലെ വ്യവസ്ഥകളാകും അഡ്വാൻസ് ചെയ്ത് നിലനിൽക്കുക. ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിന് ശക്തി അല്പം കുറവാണ്. ഈ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർക്കോ തഹസീൽദാർക്കോ ഏകപക്ഷീയമായി ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. എന്നാൽ മിസ്റ്റേക്കായി നൽകിയ സർട്ടിഫിക്കറ്റ് അതിലെ എല്ലാ അംഗങ്ങൾക്കും മുൻകൂറായി നോട്ടീസ് കൊടുത്ത് അവർക്ക് പറയാനുള്ളത് കേട്ടുകൊണ്ട് മാത്രം റദ്ദാക്കാനാകും. നമുക്ക് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നാൽ ഈ ഡിസ്ട്രിക്ട് എന്ന പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ആദ്യം ഫാമിലി മെമ്പേഴ്സും 2 സാക്ഷികളും അറ്റസ്റ്റിംഗ് ഓഫീസറുടെ മുന്നിൽ പോയി സ്റ്റേറ്റ്മെന്റ് നൽകി അത് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങി ഈ ഡിസ്ട്രിക്ട് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. അസൽ സ്റ്റേറ്റ്മെന്റ് അറ്റസ്റ്റിംഗ് ഓഫീസറുടെ ഫയലിൽ 3 വർഷം വരെ സൂക്ഷിക്കുകയും ചെയ്യും. സർട്ടിഫിക്കറ്റ് ഓൺലൈനായാണ് ലഭിക്കുക. അത് പ്രിന്റ് എടുക്കാം. ഈ സർട്ടിഫിക്കറ്റിന് 3 വർഷം വാലിഡിറ്റി ഉണ്ടായിരിക്കും. സ്റ്റേറ്റ്മെന്റ് 3 വർഷം വരെ ഓഫീസ് രേഖകളിൽ സൂക്ഷിക്കുമെന്ന് പറഞ്ഞല്ലോ. ആ കാലയളവിൽ ഏതെങ്കിലും ഏജൻസി ഫാമിലി മെമ്പർ സർട്ടിഫിക്കറ്റിന്റെ സാധുത സംബന്ധിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തെളിവായി പരിശോധിക്കാൻ കഴിയും. നമ്മളൊരു സർട്ടിഫിക്കറ്റ് സമ്പാദിക്കുമ്പോൾ എല്ലാ തെളിവുകളും പബ്ലിക് അതോറിറ്റി മുൻപാകെ നൽകണം. ആ തെളിവുകളാണ് ആ സർട്ടിഫിക്കറ്റിന്റെ ബലം. ഇനി ഒരേ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. എന്താണ് ഫാമിലി? ഇതൊരു കുഴയ്ക്കുന്ന ചോദ്യമാണ്. ഇതിന് വ്യത്യസ്ത നിയമങ്ങളിൽ വ്യത്യസ്തമായ നിർവചനമാണ് നൽകിയിരിക്കുന്നത്. 1997 സുപ്രീം കോടതിയിൽ വന്ന KV മുത്തു വേഴ്സസ് അങ്കമുത്തു അമ്മാൾ എന്ന കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ദ ടേം ഫാമിലി ഈസ് ഓഫ് ഗ്രേറ്റ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് കേപ്പബിൾ ഓഫ് ഡിഫറെന്റ് മീനിങ്സ് എന്നാണ്. ഇവിടെ ഫാമിലി എന്നതിന് സാന്ദർഭികമായി വ്യത്യാസങ്ങൾ വരാം. ജനറൽ സെൻസിൽ പറഞ്ഞാൽ അതൊരു ഡൊമസ്റ്റിക് ഗവൺമെന്റിന് കീഴിൽ വരുന്ന എല്ലാ പ്രജകളുമാണ്. കൂട്ടുകുടുംബം പോലെ ഒരു ഹെഡ് ഓഫ് ദ ഫാമിലിയും കുറെ അംഗങ്ങളും ഒരുമിച്ച് ഒരു വീട്ടിൽ ജീവിക്കുന്നു. സ്ട്രിക്റ്റ് സെൻസിൽ പറഞ്ഞാൽ പാരൻസും കുട്ടികളും മാത്രമാണ് കുടുംബം. പെൻഷൻ നിയമത്തിൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ജീവനക്കാരന്റെ പങ്കാളിയും മൈനർ മക്കളും വിവാഹം കഴിക്കാത്ത മക്കളും മാത്രമാണ്. ഇതേ പൊസിഷൻ തന്നെയാണ് നമ്മുടെ ഭൂപരിഷ്കരണ നിയമത്തിലും. ഫാമിലി മീൻസ് ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ദെയർ അൺമാരീഡ് മൈനർ ചിൽഡ്രൻ ഓർ സച്ച് ഓഫ് ദം എക്സിസ്റ്റ് എന്നാണ്. ജീവിച്ചിരിക്കുന്നവർ മാത്രം. ഇനി ലാൻഡ് അക്വിസിഷൻ ആക്ട് നോക്കിയാൽ ഫാമിലി ഇൻക്ലൂഡ്സ് എ പേഴ്സൺ, ഹിസ് ഓർ ഹെർ സ്പൗസ്, മൈനർ ചിൽഡ്രൻ, മൈനർ ബ്രദേഴ്സ് ആൻഡ് മൈനർ സിസ്റ്റേഴ്സ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഹിം എന്നാണ് ഫാമിലിയുടെ ഡെഫിനിഷൻ. ഇവിടെ മൈനർ സഹോദരങ്ങളും വരും, എന്നാൽ മേജർ മക്കൾ വരില്ല, മേജർ സഹോദരങ്ങളും വരില്ല. ഭൂമി പതിവ് നിയമങ്ങളിൽ ഫാമിലി എന്നതിന് കുടുംബനാഥൻ, പങ്കാളി, കുട്ടികൾ, ആശ്രയിച്ചു കഴിയുന്ന മാതാപിതാക്കൾ എന്നിവർ ഉൾപ്പെടുന്നു. ഇവിടെ മാതാപിതാക്കൾ വരുന്നു. ലാൻഡ് റവന്യൂ മാനുവലിലെ പാര 247 പ്രകാരം ഫാമിലി എന്നതിന് കുടുംബനാഥനും പങ്കാളിയും, കുടുംബനാഥന്റെ മാതാപിതാക്കൾ, രക്ഷാകർത്താവ്, ഒരുമിച്ച് താമസിക്കുന്ന രണ്ടാനച്ഛൻ, രണ്ടാനമ്മ, ഒരുമിച്ച് താമസിക്കുന്ന സഹോദരങ്ങൾ, അവിവാഹിതരായ മക്കൾ എന്നിവരെ ഫാമിലിയായി കണക്കാക്കും. എന്നാൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നോക്കിയാൽ ഫാമിലി എന്നതിന് കുറച്ചുകൂടി വിശാലമായ അർത്ഥമാണ് കാണുന്നത്. അവിടെ മാരേജ് വഴിയോ ലിവ് ഇൻ റിലേഷൻഷിപ്പ് വഴിയോ അഡോപ്ഷൻ വഴിയോ കോൺസാങ്ക്വിനിറ്റി വഴിയോ റിലേഷൻ ഉണ്ടായിരിക്കുകയും അവർ ഒരു വീട് ഷെയർ ചെയ്ത് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയും. ജോയിന്റ് ഫാമിലി ആയാലും അതിലെ അംഗങ്ങളെ
ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയും. ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നും വന്ന കസിൻസ് ആയാലും അവർ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. സക്സഷൻ നിയമങ്ങളിൽ ഫാമിലി എന്നതിന് അനന്തര അവകാശികളെയാണ് ലിസ്റ്റ് ചെയ്യുന്നത്. ഹിന്ദുക്കളിൽ ക്ലാസ് ഫസ്റ്റ് അവകാശികൾ 14, ക്ലാസ് സെക്കൻഡ് 9. ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ പിന്തുടർച്ചയിൽ 8 ക്ലാസ് അവകാശികൾ. മുസ്ലിം നിയമത്തിൽ അംശാവകാശികൾ 12, ശിഷ്ടാവകാശികൾ 18, ശേഷക്കാർ 17, ഇങ്ങനെ പോകുന്നു. ഫാമിലി കോർട്ട് ആക്ടിലും ജനറൽ ക്ലോസസ് ആക്ടിലും ഫാമിലി എന്നതിന് നിർവചനം നൽകിയിട്ടില്ല. അപ്പോൾ നമ്മൾ സുപ്രീം കോടതി പറഞ്ഞ നിർവചനമാണ് കണക്കിലെടുക്കുക. ഇനി നിങ്ങൾ പറയൂ, ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിൽ ആരെയെല്ലാം ഉൾപ്പെടുത്തണമെന്ന്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുമല്ലോ. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം ലോ മേഡീസ്.